വയനാട് ജില്ലയിലെ പുൽപ്പള്ളി എന്ന ഗ്രാമം പ്രകൃതിരമണീയമായ ഭൂമിക മാത്രമല്ല, ആത്മീയതയുടെയും ചരിത്രത്തിന്റെയും പ്രാധാന്യമുള്ള ഒരു പുണ്യസ്ഥലം കൂടിയാണ്. ഹിന്ദു ഇതിഹാസമായ രാമായണവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടൊരു ആത്മീയ കേന്ദ്രം. വയനാടൻ കാടുകളുടെ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന സീതാദേവി ലവകുശ ക്ഷേത്രം ശ്രീരാമന്റെ പത്നിയായ സീതാദേവിക്കും അവരുടെ മക്കളായ ലവനും കുശനും വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഒരു അപൂർവ ക്ഷേത്രമാണ്. വനവാസകാലത്ത് സീതാദേവി ഇവിടെയാണ് അഭയം തേടിയതെന്നും ലവനും കുശനും ഇവിടെ വളർന്നുവെന്നുമാണ് വിശ്വാസം. വിശ്വാസികൾക്കും സഞ്ചാരികൾക്കും ഒരുപോലെ ആകർഷണീയമായ ഈ ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം മാത്രമല്ല. ചരിത്രം, പുരാവസ്തുശാസ്ത്രം, വാസ്തുവിദ്യ, ഐതിഹാസിക കഥകൾ എന്നിവയുടെ സമന്വയമാണ്. സീതാദേവി ലവകുശ ക്ഷേത്രം രാമായണവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രീരാമന്റെ പത്നിയായ സീതാദേവിയെ അദ്ദേഹം ഉപേക്ഷിച്ചപ്പോൾ വാൽമീകി മഹർഷി അവർക്കിവിടെ അഭയം നൽകിയതായി ഐതിഹ്യം പറയുന്നു. വനവാസകാലത്ത് സീത ഇവിടെ താമസിച്ചുവെന്നും അവരുടെ ഇരട്ടക്കുട്ടികളായ ലവനും കുശനും ഇവിടെ ജനിച്ചുവെന്നും വളർന്നുവെന്നും വിശ്വാസികൾ കരുതുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രധാന സവിശേഷത ഇന്ത്യയിൽ സീതാദേവിയെ പ്രധാന പ്രതിഷ്ഠയായി ആരാധിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് എന്നതാണ്. ലവന്റെയും കുശന്റെയും വിഗ്രഹങ്ങൾ ഒരു ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തെ കൂടുതൽ അനന്യമാക്കുന്നു. ഐതിഹ്യമനുസരിച്ച് ശ്രീരാമന്റെ അശ്വമേധ യാഗത്തിന്റെ ഭാഗമായി അയച്ച കുതിരയെ ലവനും കുശനും തടഞ്ഞുവെച്ചു. ശ്രീരാമൻ കുതിരയെ മോചിപ്പിക്കാനെത്തിയപ്പോൾ സീതാദേവിയെ കണ്ടെത്തി. എന്നാൽ ശ്രീരാമനോടൊപ്പം മടങ്ങാൻ വിസമ്മതിച്ച സീത ഭൂമിദേവിയോട് തന്നെ സ്വീകരിക്കാൻ പ്രാർത്ഥിച്ചു. ഭൂമി വിണ്ടുകീറി. സീത അതിലേക്ക് അപ്രത്യക്ഷയായി. ശ്രീരാമൻ അവരെ തടയാൻ ശ്രമിച്ചെങ്കിലും അവരുടെ മുടി മാത്രമാണ് കയ്യിൽ ലഭിച്ചത്. അതിനാലാണ് ഈ ദേവിയെ ജഡത്തിലമ്മ എന്നോ അല്ലെങ്കിൽ ജഡയറ്റ അമ്മ എന്നോ വിളിക്കുന്നത്. ശ്രീരാമൻ വന്നതാക ഐതിഹ്യം ഉള്ളൊരു ക്ഷേത്രമാണ്. സീതാദേവിൻ്റെ ഗർഭിണിയാവുള്ള സമയത്തിൽ ലക്ഷ്മണൻ ഒഴിവാക്കിയ സ്ഥലവും ശ്രീരാമനോട് ഇവിടെ അവരുടെ പാദത്തിൽ ഉള്ള ഒരു സ്ഥലമാണ്. ഹനുമാനുടെ അന്തരീക്ഷ സ്ഥലമാണ് ഈ ശരിക്കും വയനാട്. അയോധ്യവാസം, വനവാസം, അടുത്ത് വയനാട് വാസം. നമ്മുടെ ഇതിഹാസത്തിൽ മൂന്നൊന്നുണ്ട്. ഈ അയോധ്യവാസം പറഞ്ഞാൽ എല്ലാവർക്കും അറിയും. വനവാസം പറഞ്ഞത് 16 വർഷം അത് കഴിഞ്ഞു. കടേശി നമ്മൾ ശ്രീരാമന്റെ അത് വയനാട് വാസമാണ്. ഇവിടെയാണ് സീതാദേവിയുടെ കടേശി. സീതാദേവിയുടെ കടേശി ഇത് കഴിഞ്ഞ ഈ ഒരു വയനാടാണ്. ആദ്യം കണ്ടെടുത്ത ഭൂമി പറഞ്ഞാൽ ഈ വയനാടാണ്. ഈ വയനാടിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം പറഞ്ഞാൽ അതാണ് മെയിൻ. ഇവിടെ എപ്പോഴും ഋഷികളും ഞാൻ എല്ലാവരും കൂടുതൽ ദിവസ് എന്ന ഒരു സ്ഥലമാണ് ഈ വയനാട്. അതുകൊണ്ട് എല്ലാ ഋഷികളും ഈ ഭൂമിയെ കണ്ടെടുത്തതാണ്. ശ്രീരാമൻ വന്നതാകും, സീതാദേവി വന്നതാകും. അതുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്തിൽ മാത്രം പണ്ടുകാലത്തെ ഋഷികളെല്ലാം തപസ് ചെയ്തിട്ട് അല്ല ഒരു സിദ്ധയോഗത്തിൽ ഉള്ളവരായിരുന്നു. ആ ഒരു കാലത്തിലെയാണ് ഇങ്ങനെ ഈ ഒരു വയനാടും ചൊല്ലി നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാണത്. അതിന് ശേഷം ഈ ശ്രീരാമൻ, സീതാദേവി, ഹനുമാൻ ഇവരെല്ലാവരും കടേശി സമയത്തിൽ ഇവിടെ ഈ പ്രത്യേകിച്ചുള്ള സ്ഥലത്തിൽ വാൽമീകിയുടെ അനുഗ്രഹവും കൊണ്ട് സീതാദേവിയോടെ കടേശി ഒരു ശ്രീരാമനുടെ ഒരു സങ്കല്പം എല്ലാം പൂർത്തിയാണത്. 18-ാം നൂറ്റാണ്ടിൽ പഴശ്ശിരാജയുടെ ഭരണകാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പഴശ്ശിരാജ ഈ ക്ഷേത്രത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നു. പിന്നീട് ക്ഷേത്രം കുപ്പത്തോട് കുടുംബത്തിന്റെ കൈകളിലെത്തി. ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. കുപ്പത്തോട്ട് കുടുംബത്തിലെ ഒരംഗം ട്രസ്റ്റിയായി തുടരുന്നു. ഒരു കാലത്ത് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഉണ്ടായിരുന്ന ഈ ക്ഷേത്രത്തിനിപ്പോൾ 15 ഏക്കർ മാത്രമാണ് ശേഷിക്കുന്നത്. സീതാദേവി ലവകുശ ക്ഷേത്രം വയനാട്ടിലെ ഏറ്റവും വലിയ ക്ഷേത്രക്കുളത്തിന് പേരുകേട്ടതാണ്. കേരളത്തിലെ പരമ്പരാഗത വാസ്തുശൈലിയിൽ നിർമ്മിതമായ ഈ ക്ഷേത്രം ആകർഷകമായ ശില്പകലയും പുഷ്പാലങ്കാരങ്ങളും കൊണ്ട് ശ്രദ്ധേയമാണ്. സീതാദേവിയെ കൂടാതെ ലവനും കുശനും, ഗണപതി, തലച്ചിലവൻ, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, വീരഭദ്രൻ, സപ്തമാതൃക്കൾ, മഹേശ്വരി, കൗമാരി, ഇന്ദ്രാണി, വരാഹി എന്നിവരാണ് ഇവിടുത്തെ ഉപദേവതകൾ. ശ്രീരാമന്റെ വിഗ്രഹം ഇവിടെയില്ല എന്നത് ശ്രദ്ധേയമാണ്.
ഇത് ക്ഷേത്രത്തിന്റെ ഐതിഹാസിക സന്ദർഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലവനെയും കുശനെയും കടിച്ച് ശല്യപ്പെടുത്തിയ അട്ടകളെ സീതാദേവി ശപിച്ചതുകൊണ്ടാണ് പുൽപ്പള്ളിയിൽ അട്ടകൾ കാണാത്തതെന്നും ഒരു വിശ്വാസമുണ്ട്. കൂടാതെ ഇവിടെ കാണപ്പെടുന്ന ചിതൽക്കൂനകൾക്ക് വാൽമീകി മഹർഷിയുടെ തപസ്സുമായി ബന്ധമുണ്ടെന്നും പറയപ്പെടുന്നു. പുൽപ്പള്ളിയിലെ ക്ഷേത്രത്തിന് പുറമെ 2 പ്രധാന സ്ഥലങ്ങൾ കൂടി സന്ദർശകർക്ക് പരിശോധിക്കാവുന്നതാണ്: വാൽമീകി ആശ്രമവും ജടത്തിൻകാവും. വാൽമീകി ആശ്രമം സീതാദേവി ലവനെയും കുശനെയും പ്രസവിച്ച സ്ഥലമായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ആശ്രമം ഒരു ക്ഷേത്രമായി നിർമ്മിക്കപ്പെട്ടിട്ടില്ല, മറിച്ച് കുടിൽ ശൈലിയിൽ നിലനിർത്തപ്പെടുന്നു. ഇവിടെ വാൽമീകി മഹർഷി തപസ് അനുഷ്ഠിച്ചിരുന്ന മരവും പാറയും ഇന്നും സന്ദർശകർക്ക് കാണാം. തൃക്കാർത്തിക ദിനത്തിൽ ഈ സ്ഥലം വിളക്കുകളാൽ അലങ്കരിക്കപ്പെടുന്നു. ഇത് സന്ദർശനത്തിന് കൂടുതൽ ആത്മീയ മാനം നൽകുന്നു. ജടത്തിൻകാവ് സീതാദേവി ഭൂമിയിലേക്ക് അപ്രത്യക്ഷയായ സ്ഥലമായി വിശ്വസിക്കപ്പെടുന്നു. ഈ മൂലസ്ഥാന ക്ഷേത്രത്തിൽ സീതാദേവി, ഗണപതി, വീരഭദ്രൻ, സപ്തമാതൃക്കൾ എന്നിവരാണ് പ്രതിഷ്ഠകൾ. ഐതിഹ്യം പറഞ്ഞാൽ താന്ത്രിക ഐതിഹ്യമാണ്. പൂജ താന്ത്രികമാണ്. താന്ത്രിക നമ്പൂരി ഇതാണ്. ഈ ഒരു ക്ഷേത്രത്തിലെ ത്രികാല പൂജ ഉണ്ട്. പിന്നെ രണ്ടാമത് എല്ലാ വർഷവും കുംഭം 8, 9 ഇവിടെ തറ ഉത്സവമാണ്. 8 ഇവിടെ, 9 ആലംകുളത്തിൽ ആ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് നേർ ആപ്പോസിറ്റ് ഉള്ള സ്ഥലമാണ്. അവിടെ ലവ കുശ ഇവർ 2 പേരും കഴിച്ച സ്ഥലമാണ്. അവരുണ്ട് പ്രത്യേകിച്ച്. அதனால 8ആം തീയതി കുംഭത്തിലെ 8 ഇവിടെ ഉത്സവം, കുംഭം 9 അവിടെ ഉത്സവം. അത് കഴിഞ്ഞിട്ട് മീനമാസം അത്തനക്ഷത്രത്തിലെ ശ്രീരാമന്റെ പ്രതിഷ്ഠാ ദിനമാണ് ഇവിടെ. പിന്നെ അതിനുശേഷം ഇവിടെ വർഷத்துக்கு 365 ദിവസങ്ങളും പ്രത്യേകിച്ച് ഇവിടെ കർമ്മം ഉള്ള സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ കർമ്മം പറഞ്ഞത് ശ്രീരാമന്റെ കർമ്മം ചെയ്യലും പറഞ്ഞാൽ ലോകത്തിലെ അവർക്ക് എവിടെ പോണാലും കിട്ടാത്ത ഒരു ഭാഗ്യമാണ്. നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ ക്ഷേത്രം ഐതിഹാസികവും ആത്മീയവുമായ പ്രാധാന്യം നിലനിർത്തുന്നുണ്ട്. വയനാട്ടിലെ പുൽപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന സീതാലവകുശ ക്ഷേത്രം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ്. ഈ കാലയളവിൽ കാലാവസ്ഥ മിതമായിരിക്കും. കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം 34 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം. രാവിലെ 6 മുതൽ 11:30 വരെയും വൈകുന്നേരം 4:30 മുതൽ രാത്രി 8:30 വരെയും ക്ഷേത്രം ഭക്തർക്കായി തുറന്നിരിക്കും. പ്രവേശനത്തിന് ഫീസില്ല. എല്ലാ വർഷവും ജനുവരി മാസത്തിൽ നടക്കുന്ന വാർഷികോത്സവം ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദനീയമാണ്. ഇത് സാർവത്രികമായ സ്വീകാര്യതയുടെ പ്രതീകമാണ്. സീതാദേവി ലവകുശ ക്ഷേത്രം വയനാടിന്റെ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകത്തിന്റെ ഒരു പ്രതീകമാണ്. രാമായണവുമായി ഇതിന്റെ ബന്ധം അനന്യമായ വാസ്തുശില്പം, ചരിത്രപരമായ പ്രാധാന്യം, ഐതിഹ്യങ്ങളുടെ സമന്വയം എന്നിവ ഈ ക്ഷേത്രത്തെ ഒരു പ്രധാന തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നു. പുൽപ്പള്ളിയിലെ വാൽമീകി ആശ്രമവും ജടത്തിൻകാവും ഈ ആത്മീയയാത്രയെ കൂടുതൽ സമ്പന്നമാക്കുന്നു. വിശ്വാസികൾക്ക് മാത്രമല്ല, ചരിത്രത്തിലും പുരാവസ്തുശാസ്ത്രത്തിലും താല്പര്യമുള്ളവർക്കും ഈ സ്ഥലം ഒരു അനുഭവമാണ്. എന്നാൽ ഈ ക്ഷേത്രം വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ പലപ്പോഴും ഉൾപ്പെടാത്തത് ശ്രദ്ധേയമാണ്. വയനാട്ടിലേക്കുള്ളൊരു യാത്ര ആസൂത്രണം ചെയ്യുന്നവർ ഈ ക്ഷേത്രവും അനുബന്ധ സ്ഥലങ്ങളും തീർച്ചയായും സന്ദർശിക്കണം. ആത്മീയത, ചരിത്രം, പ്രകൃതി എന്നിവയുടെ അനുപമമായ സമന്വയം ഈ സ്ഥലം വാഗ്ദാനം ചെയ്യുന്നു.